അർജുൻ നമുക്ക് പിന്നെ അറിയാം ആക്ഷനാണ് കിട്ടിക്കാൻ പടമെന്ന് പറഞ്ഞാൽ തിയേറ്ററിലെ ഫാമിലി ആയിട്ട് വന്നിരുന്നത് തമിഴ് പടമായിട്ട് ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയ നല്ല പടമാണ്. അർജുൻ അടിപൊളി, നല്ല സ്വാഗതമായിരുന്നു. എല്ലാ ഫൈറ്റ് എല്ലാം അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയാണ്. ഇത് ദൃശ്യത്തിൽ അടിപൊളിയാണ്, നല്ല പടമാണ്. വിചാരിച്ചില്ല, നൈസാണ്. സർപ്രൈസാണ്, ഇത് ഒട്ടും വിചാരിച്ചില്ല. അടിപൊളിയാണ്, നല്ലതാണ്. സൂപ്പറായിരുന്നു. ആക്ഷനൊക്കെ സൂപ്പറാണ്. ഇല്ല സൂപ്പറായിരുന്നു. ആക്ഷൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം മൊത്തത്തിൽ ലോജിക് അപ്പാർട്ട് ലൈക്ക് സൂപ്പറായിട്ട്. തമിഴ് പടമായിട്ട് ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയ നല്ല പടമാണ്. ഇത് ദൃശ്യത്തിൽ എങ്ങനെയുണ്ട് ഈ വർക്ക്? നല്ല പടം. അങ്ങനെയുണ്ട് ലേഡീസ് കഥാപാത്രങ്ങളുടെ ഫൈറ്റൊക്കെ അടിപൊളിയാണ്, രണ്ടുപേരും നല്ലതായിരുന്നു. സിനിമ എങ്ങനെ ഫൈറ്റാണോ? ഭയങ്കര ഫുൾ ഫൈറ്റ് മാത്രം നല്ലൊരു കഥയെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യണ ഒരു പടവും, കാട്ടാളം പോലെയല്ല. എനിക്ക് ഇങ്ങനെയുള്ളൊരു സർപ്രൈസ് ആയിട്ട് വന്ന പോലെ തോന്നുന്നു. സർപ്രൈസ് ആയിട്ടോ, നിന്റെ റിവ്യൂ ഒക്കെ കേട്ടിരുന്നു, അതുകൊണ്ട് പടം വന്നു കണ്ടപ്പോഴും അത് തന്നെ ആ മൂഡ് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇത്രയും പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അഭിപ്രായം കയറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇറങ്ങിയ പടങ്ങളിൽ ദൃശ്യം 3യും ഇതും വളരെ ഇഷ്ടമായി, രണ്ടും നല്ലതന്നെ. അർജുൻ അടിപൊളി, നല്ല സ്വാഗതമായിരുന്നു. അതെ പറയാം. നന്നായിട്ട് BGM ഒക്കെ അടിപൊളി. രവിബാസുൻ്റെ BGM സൂപ്പറാണ്. കാട്ടാളനിൽ തന്നെ പുള്ളി ചെയ്തേക്കണം, പക്ഷെ അത് ഭയങ്കര ഓവറായിട്ട് തോന്നി. ഇതിലങ്ങനെയില്ല, കണക്റ്റഡാണ്. എല്ലാ ഫൈറ്റ് എല്ലാം അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയാണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അതിനകത്ത് ഒരു കുഞ്ഞു കൊച്ച് അഭിനയിക്കുന്നുണ്ട്. ആ ഒരു കുഞ്ഞു കുട്ടി തൊട്ട് എല്ലാവരും അടിപൊളി കാസ്റ്റിംഗ്. എന്താ പറയുക, 2-2.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഇൻ്റർവെൽ കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ്, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ. അതൊന്നും നമുക്ക് തോന്നിയില്ല. അടിപൊളി സിനിമ. അഭിരാമിയൊക്കെ അയ്യോ ഞെട്ടിച്ച് കളഞ്ഞു. അടിപൊളി എല്ലാ കാസ്റ്റും എല്ലാവരും. അതെ ഇങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. അടിപൊളിയാണ്. തെറിക്ക മൂവി, ആബ്സല്യൂട്ട് തെറിക്ക. അർജുൻ സർജയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. എക്സാക്ട്ലി, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഓറ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു പടമായിരുന്നു. ഓൾസോ അഭിരാമി, പ്രീതി മുകുന്ദൻ എല്ലാവരും, അതായത് ഒരു ക്ഷണിക്കപ്പെടാത്ത രീതിയിൽ ഇങ്ങോട്ട് വരുന്നു, ആ അതിഥിയെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു ഫൈറ്റും കാര്യങ്ങൾ. കാരണം അഭിരാമി നമ്മൾ അന്നലക്ഷ്മിയായിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ് മറ്റേ വിരുമാണ്ടിയിലൊക്കെ. പക്ഷെ എനിക്ക് അതിന് ശേഷം പുള്ളിക്കാരുടെ ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ക്യാരക്ടർ പിന്നെ ഇപ്പോൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഒരു നൈസ് ക്യാരക്ടർ, നല്ല ഡെപ്തുള്ള ക്യാരക്ടറുമായിരുന്നു. ഓൾസോ അർജുൻ സർജ പുള്ളി അറിയാമല്ലോ, ആക്ഷൻ കിങ് ആണ്. സോ ഓറ കംപ്ലീറ്റ്ലി. രവി ബാസുവിൻ്റെ മ്യൂസിക് എന്തുകൊണ്ടും കിടിലം പടം, നല്ലൊരു വെർത്ത് വാച്ച് തിയേറ്റർ മൂവിയാണ്. ബെൽറ്റ് ഇട്ടിരുന്ന് കാണേണ്ട പടമാണ്. തിയേറ്റർ പൊളിച്ചേക്കാണ്. അഭിരാമിയുടെ ഒരു ഗംഭീര പ്രകടനമാണ്. അതുപോലെ പ്രീതി മുകുന്ദൻ കിട്ടിയാലും പെർഫോമൻസ്. അർജുൻ നമുക്ക് പിന്നെ അറിയാം ആക്ഷനാണ് കിട്ടിക്കാൻ പടമെന്ന് പറഞ്ഞാൽ തിയേറ്ററിലെ ഫാമിലി ആയിട്ട് വന്നിരുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കിട്ടിക്കാൻ പടം തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. വയലൻസ് ആവശ്യമുള്ള വയലൻസാണ്. BGM, എഡിറ്റിംഗ്, ഡയറക്ഷൻ പൊളിച്ചേക്കാണ് പടം. സൂപ്പറായിട്ട്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, കാരണം ഇങ്ങനത്തെ ഒരു പടം നമ്മൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് ശരിക്കും. അത്രയ്ക്ക് എടുക്കാൻ പടം സൂപ്പറായിട്ട്. ആക്ഷൻ മൂവിയായിരുന്നു. ആക്ഷൻ കിങ് അർജുനും അഭിരാമിയും പ്രീതി മുകുന്ദനും ഉണ്ടായിരുന്നു. നല്ല ഫുൾ ആക്ഷൻ ഫാമിലി ഫൈറ്റ് സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ രവി ബസ്രോറിൻ്റെ BGM അതും സൂപ്പറായിരുന്നു. ലൈക്ക് ഓവറോൾ എന്താ കളർ ഗ്രേഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നിക്കലി വെരി ഗുഡ് മൂവി. ഓവറോൾ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു. അത് തന്നെ, നല്ല ഇമോഷണൽ കണക്റ്റും ഉണ്ട്. പിന്നെ ഈ അടുത്ത് ഇറങ്ങിയ തമിഴ് സിനിമ ഒക്കെ അത്രയും ഹിറ്റായില്ലായിരുന്നു. ഇതൊരു കംബാക്ക് ആയിരിക്കും. പിന്നെ ഇതുവരെ അങ്ങനെ അവർക്ക് റോൾ കൊടുക്കാറില്ലായിരുന്നു. ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ ഇങ്ങനത്തെ നല്ല സ്ട്രോങ് ആയ ഫീമെയിൽ ക്യാരക്ടേഴ്സും ഇനിയും വരണം എല്ലാ സിനിമയിലും. അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടം ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അർജുൻ സർജയും അഭിരാമിയും പ്രദീപ് മുകുന്ദനും പൊടിച്ചടിക്കിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെയും ഒരു രോമാഞ്ചമായിരുന്നു. വിറവലും ഇതൊക്കെയായിരുന്നു ഫൈറ്റ് ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഇത് 2 പ്രാവശ്യമല്ല,
അതിനെക്കാട്ടിയും കൂടുതൽ 10-20 പ്രാവശ്യം കാണാനുള്ള വകുപ്പുണ്ട് ഈ സിനിമക്ക്. ഒരു പെട്ടെന്ന് തമിഴ് പടം ഇങ്ങനെയൊക്കെ വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചില്ല. ഇത് എന്നാൽ ഈ പടം ഇറങ്ങിയപ്പോൾ എന്തോ ഒരു അറിവില്ലാണ്ടുള്ള ഈ പടം ഇറങ്ങിയത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല പടം ഇരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ ഇത് റിവ്യൂസും കാണാൻ കണ്ടപ്പോൾ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടു. ഇപ്പോൾ കിടിലൻ പടം, പൈസ മുതലായി. കാട്ടാളനൊന്നും ഇതിൻ്റെ ഒപ്പം ഒന്നുമല്ല അന്ന് മനസ്സിലായി. അപ്പോൾ ബ്ലാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പ്രതിമോഹൻ്റെ ഫൈറ്റ് പൊളിയായിട്ടുണ്ട്. പ്രതിമോഹൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യണത്. പിന്നെ അർജുൻ സർജ അതറിയാമല്ലോ, അത് നമ്മുടെ ആക്ഷൻ കിങ് ആണ്. പിന്നെ അത് പറയേണ്ട കാര്യമില്ല. പിന്നെ അഭിരാമി എല്ലാവരും പൊളിച്ചടിക്കുന്നുണ്ട്. ഫൈറ്റോട് ഫൈറ്റ് അതാണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടാൽ മതി. അടിപൊളിയാണ്.